ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു സംഗീതാസ് ഫുഡ് ഗാലറി. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് മുട്ടപ്പാലട ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ചെയ്യാനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് വെള്ളം കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാൻ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് തടികളൊന്നും ഇല്ലാതെ വളരെ നൈസായിട്ടുള്ള ബാറ്ററായിട്ട് വേണം മിക്സ് ചെയ്ത് വെക്കാൻ. നിങ്ങൾക്ക് ഇങ്ങനെ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ട് അരച്ചെടുത്ത് വെച്ചാൽ മതി. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ചേരുവകൾ തയ്യാറാക്കാം. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള മധുരത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതെല്ലാം യോജിപ്പിക്കാം. ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ തേങ്ങയും പഞ്ചസാരയും കൂടെ മാത്രം മിക്സ് ചെയ്ത് വെച്ചും ഇത് റെഡിയാക്കാം. അപ്പം നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു ദോശത്തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് മാവ് കോരി ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇനി നമുക്കിതിനൊന്ന് ചുട്ടെടുക്കണം. ലൈറ്റായിട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇത് 2 ഭാഗത്തും നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതിൽ ഓയിൽ അധികം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. ഇത് 2 ഭാഗത്തും നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇപ്പോൾ അടുത്ത പാലടയും നമുക്ക് ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കാം. ഇപ്പോൾ എല്ലാ മുട്ടപ്പാലടയും നമുക്ക് ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിംഗ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് പാലട വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലേക്ക് 2-3 ടേബിൾ സ്പൂൺ തേങ്ങ പഞ്ചസാര മിശ്രിതം വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിനെ ചുരുട്ടിയെടുക്കാം. അപ്പോൾ മുട്ടപ്പാലട റെഡിയായി കഴിഞ്ഞു. ഇതേ രീതിയിൽ തന്നെ നമുക്ക് എല്ലാ മുട്ടപ്പാലടയും റെഡിയാക്കാം. അപ്പോൾ എല്ലാ മുട്ടപ്പാലടയും തയ്യാറായി കഴിഞ്ഞു. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.